ലോക ഫുട്ബോളിലെ എക്കാലത്തെ മഹാനായ താരങ്ങളിൽ ഒരാളായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അടുത്തിടെയുള്ള വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് വരുന്ന ആരാധകരെ സമ്മിശ്ര വികാരങ്ങളിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. പ്രശസ്ത പത്രപ്രവർത്തകനായ പിയേഴ്സ് മൊർഗനുമായുള്ള അഭിമുഖത്തിൽ കരിയർ ഉടൻ അവസാനിപ്പിക്കാനുള്ള തന്റെ തീരുമാനം പോർച്ചുഗീസ് ഇതിഹാസം സ്ഥിരീകരിച്ചു. ഫുട്ബോൾ ലോകം ഒരു യുഗത്തിന്റെ അന്ത്യത്തിനായി കാത്തിരിക്കുമ്പോൾ 40 വയസ്സുകാരനായ ക്രിസ്ത്യാനോയുടെ വാക്കുകൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ആഴവും വിരമിക്കലിനോടുള്ള വൈകാരികമായ കാഴ്ചപ്പാടും തുറന്നു കാട്ടുന്നു. വിരമിക്കൽ എന്ന ചോദ്യത്തിന് ക്രിസ്ത്യാനോ നൽകിയ മറുപടി കളിക്കളത്തിലെ അദ്ദേഹത്തിന്റെ പരുക്കൻ ഭാവത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. ഉടൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിരമിക്കലിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത്. ആ നിമിഷം എത്രത്തോളം കഠിനമായിരിക്കുമെന്നും അദ്ദേഹം വിവരിച്ചു. ഉടൻ തന്നെ ഞാൻ തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നു. അത് വളരെ വളരെ കഠിനമായ തീരുമാനമായിരിക്കും. ഞാൻ കരയും. അതെ, ഞാൻ എളുപ്പത്തിൽ കരയുന്ന ആളാണ്. ഞാൻ സത്യസന്ധനാണ്. ഞാനൊരു തുറന്ന വ്യക്തിയാണ്. കഠിനാധ്വാനത്തിലൂടെയും തളരാത്ത പോരാട്ട വീര്യത്തിലൂടെയും ലോകമെമ്പാടുമുള്ള ആരാധകരെ ആവേശം കൊള്ളിച്ച ഈ താരം കളിക്കളത്തോട് വിട പറയുമ്പോൾ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് തുറന്ന് സമ്മതിക്കുന്നത് ഒരു കായിക താരത്തിന് തന്റെ അഭിനിവേശത്തോടുള്ള ആഴമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. 5 ബാലൻഡിയോർ പുരസ്കാരങ്ങൾ, 5 യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, പോർച്ചുഗലിനൊപ്പം യൂറോ കപ്പ് കിരീടം തുടങ്ങിയ എണ്ണമറ്റ നേട്ടങ്ങൾ സ്വന്തമാക്കിയ ക്രിസ്ത്യാനോ ഫുട്ബോളിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം മറ്റെവിടെ നിന്ന് ലഭിക്കില്ലെന്നും അടിവരയിടുന്നു. ഫുട്ബോളിൽ നമ്മൾ ഗോൾ നേടുമ്പോൾ ലഭിക്കുന്ന അഡ്രിനാലിനുമായി ഒന്നിനും താരതമ്യം ചെയ്യാൻ കഴിയില്ല. വിരമിക്കൽ അടുത്തെത്തിയിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മനസ്സിൽ വലിയ 2 ലക്ഷ്യങ്ങൾ ഇപ്പോഴുമുണ്ട്. പോർച്ചുഗലിനൊപ്പം ഒരു ലോകകപ്പ് കിരീടം നേടുക എന്നതാണ് താരത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ സ്വപ്നമായി ഇന്നും അവശേഷിക്കുന്നത്. 2026 ലോകകപ്പിന് ശേഷം അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കാനുള്ള സാധ്യത നേരത്തെ ഉണ്ടായിരുന്നു. USA, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിലായി നടക്കുന്ന ഈ ലോകകപ്പ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കരിയറിലെ അവസാനത്തെ പ്രധാന ടൂർണമെന്റായി മാറും. നിലവിൽ 952 കരിയർ ഗോളുകൾ പൂർത്തിയാക്കിയ ക്രിസ്ത്യാനോ 1000 ഗോളുകൾ എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ 48 ഗോളുകൾ കൂടി മതി. സൗദിയിലെ അൽ നാസറിൽ 2027 വരെ കരാർ ശേഷിക്കുന്നതിനാൽ ഈ ലക്ഷ്യം കൈവരിക്കാൻ അദ്ദേഹത്തിന് സാധ്യതകളുമുണ്ട്. ഈ നേട്ടം ഫുട്ബോൾ ചരിത്രത്തിൽ ക്രിസ്ത്യാനോയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കും. ഈ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും വിരമിക്കൽ എന്ന പ്രഖ്യാപനം അദ്ദേഹം ഔദ്യോഗികമായി നടത്തുകയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മിക്ക കായിക താരങ്ങൾക്കും വിരമിക്കലിന് ശേഷമുള്ള ജീവിതം വലിയ വെല്ലുവിളിയാകാറുണ്ട്. എന്നാൽ ക്രിസ്ത്യാനോയുടെ കാഴ്ചപ്പാടും വ്യത്യസ്തമാണ്. അദ്ദേഹം തന്റെ ഭാവി ജീവിതത്തിനായി നേരത്തെ തന്നെ ആസൂത്രണം തുടങ്ങി. 25, 26, 27 വയസ്സ് മുതൽ ഞാൻ എൻ്റെ ഭാവി ഒരുക്കി. അതിനാൽ ഈ സമ്മർദ്ദം മറികടക്കാനും ഭാവി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും എനിക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഫുട്ബോളിൽ നിന്ന് ലഭിച്ച പ്രശസ്തിയും സാമ്പത്തിക ഭദ്രതയും ഉപയോഗിച്ച് വിരമിക്കലിന് ശേഷമുള്ള ജീവിതം മികച്ച രീതിയിൽ നയിക്കാൻ അദ്ദേഹം തയ്യാറെടുത്തിരിക്കുന്നു. അടുത്ത സുഹൃത്തുക്കളോടൊപ്പം മറ്റ് കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് ഇഷ്ടമാണെന്നും പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഫുട്ബോളിന് ശേഷമുള്ള ക്രിസ്ത്യാനോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുൻഗണന കുടുംബമാണ്. കായിക ജീവിതത്തിന്റെ തിരക്കുകൾ കാരണം നഷ്ടപ്പെട്ട സമയം തിരിച്ചുപിടിക്കാനും ഒരു മികച്ച കുടുംബനാഥനാകാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു. എനിക്ക് മറ്റൊരു അഭിനിവേശവുമുണ്ട്. എനിക്കും എൻ്റെ കുടുംബത്തിനും കുട്ടികൾക്കും, പ്രത്യേകിച്ച് 2 വയസ്സുള്ള ബെല്ലയ്ക്കും വേണ്ടി എനിക്ക് കൂടുതൽ സമയം ലഭിക്കും. ഞാൻ യാത്ര ചെയ്ത ടീമിനൊപ്പം ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ എനിക്ക് ഒരുതരം തിരക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. ക്രിസ്ത്യാനോയുടെ മകൻ ക്രിസ്ത്യാനോ ജൂനിയർ ഫുട്ബോളിൽ സജീവമാണ്. മകന്റെ കായിക ജീവിതം പിന്തുടരാനും ചെറുപ്പത്തിൽ താൻ കാണിച്ചിരുന്ന മണ്ടത്തരങ്ങൾ ജൂനിയർ കാണിക്കുമ്പോൾ അവന് താങ്ങും വഴികാട്ടിയാകാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു. ലോകം കണ്ട ഏറ്റവും അച്ചടക്കമുള്ള കായിക താരങ്ങളിൽ ഒരാളായ ക്രിസ്ത്യാനോ വ്യക്തിപരമായ തിരക്കുകൾ കുറച്ച് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് ഓരോ കായിക താരവും കടന്നു പോകുന്ന ഒരു സാധാരണ ജീവിതഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. വിരമിക്കലിന്റെ സൂചനകൾക്കൊപ്പം ലോകകപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്റെ സ്വകാര്യ ജീവിതത്തിലെ ഒരു സുപ്രധാന തീരുമാനം ക്രിസ്ത്യാനോ വെളിപ്പെടുത്തി. അടുത്ത ലോകകപ്പിന് ശേഷം താൻ വിവാഹിതനാകും. ലോകകപ്പിന് ശേഷം ട്രോഫിയുമായി വിവാഹത്തിലേക്ക് കടക്കാൻ ഞങ്ങൾ പദ്ധതിയിട്ടു. വേദി ഞങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. തന്റെ പങ്കാളിക്ക് വലിയ പാർട്ടിയേക്കാൾ സ്വകാര്യ കാര്യങ്ങളാണ് ഇഷ്ടമെന്നും ആ ഇഷ്ടത്തെ താൻ ബഹുമാനിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫുട്ബോൾ കരിയറിലെ ഏറ്റവും വലിയ കിരീടം നേടിയ ശേഷം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം കായിക ജീവിതത്തിലെ പൂർണ്ണതയോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. പ്രീമിയർ ലീഗ്, ലാ ലിഗ, യുവേഫ ചാമ്പ്യൻസ് ലീഗ് തുടങ്ങിയ ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ് ടൂർണമെന്റുകളിലും അന്താരാഷ്ട്ര ഫുട്ബോളിലും അവിസ്മരണീയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച റൊണാൾഡോ കായിക ലോകത്തെ ഒരു അപൂർവ പ്രതിഭാസമാണ്. അദ്ദേഹത്തിന്റെ കരിയർ സ്ഥിരത, കഠിനാധ്വാനം, കായികക്ഷമത നിലനിർത്താനുള്ള അർപ്പണബോധം എന്നിവ വരും തലമുറയിൽ കായിക താരങ്ങൾക്കൊരു പാഠപുസ്തകമാണ്.
വിരമിക്കൽ എന്ന തീരുമാനം അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ ഫുട്ബോൾ ലോകം ഒരു യുഗത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. റൊണാൾഡോയുടെ വൈകാരികമായി വിടവാങ്ങൽ കളിക്കളത്തിലെ അദ്ദേഹത്തിന്റെ തീവ്രമായ പ്രകടനങ്ങൾ പോലെ തന്നെ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ എക്കാലവും നിലനിൽക്കും. അടുത്ത ലോകകപ്പിലും 1000 ഗോളുകളിലുമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ ഇതിഹാസം കരിയറിന്റെ അവസാന നിമിഷങ്ങൾ പോലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് പോലെ വിരമിക്കൽ എന്നതൊരു അവസാനമല്ല, മറിച്ച് കുടുംബത്തോടും പുതിയ അഭിനിവേശത്തോടൊപ്പമുള്ള ഒരു പുതിയ തുടക്കമാണ്.